أما بعد فيا أيها الناس أوصيكم ونفسي أولا بتقوى الله. وقال الله سبحانه وتعالى عن مزية التقوى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال أيضا: أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അവൻ്റെ സച്ചരിതരായ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന ഈ ലോകത്ത് സ്വതന്ത്ര ചിന്തകൾ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സ്വതന്ത്ര ജീവിതമാണ് മതജീവിതത്തിനും അപ്പുറത്തുള്ള ആസ്വാദനത്തിൻ്റെ വഴികൾ എന്ന് വിശ്വസിക്കുകയും ആചരിക്കുകയും പോരുന്ന ഒരു സാമൂഹിക ഘടനയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബറലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്, ഉദാരതാവാദം എന്ന് പറയുന്നത്, ഈ ഒരു മനോഭാവം ഒരു മനുഷ്യന്റെ ശരാശരി ജീവിതത്തിലേക്ക് വളരെ ആസൂത്രിതമായി കടന്നു വരികയും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഒച്ചുവേഗത്തിലാണെങ്കിൽ പോലും വളരെ ആസൂത്രിതമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന മൂല്യങ്ങൾ, അത് മതമൂല്യങ്ങളാണെങ്കിലും ധാർമ്മിക മൂല്യങ്ങളാണെങ്കിലും ശരി, ഓരോന്നോരോന്നായി അടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ജീവിക്കുന്ന വർത്തമാന ജീവിതത്തെ കുറിച്ച് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തെ ഇത്തരം സ്വതന്ത്രമായ ചിന്തകൾ, സ്വതന്ത്രമായ കാഴ്ചപ്പാടുകൾ വളരെ ഗുരുതരമായ അപകടക്കെണിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശിഷ്യ വിശ്വാസികൾക്ക് നിശ്ചയിച്ചു തന്ന പരിധികളുണ്ട്. അള്ളാഹു നിശ്ചയിച്ചു തന്ന പരിധികൾ ദീനിന്റെ പരിധി അല്ലെങ്കിൽ മതത്തിന്റെ അതിർവരമ്പുകൾ എന്നതിനും അപ്പുറത്ത് മനുഷ്യന്റെ ജീവിതത്തെ, ആ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ നിലനിർത്താൻ അള്ളാഹു നിശ്ചയിച്ച പരിധികളാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച നിയമനിർദ്ദേശങ്ങൾ മതത്തിന്റെ പരിധി എന്നതിനും അപ്പുറത്ത് മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യത്തിന്റെ പരിധി കൂടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പരിധി നിശ്ചയിച്ചതിന് ശേഷം, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം നമ്മളോട് രണ്ട് തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ രണ്ട് നിർദ്ദേശങ്ങളും നാം പാലിക്കേണ്ടുന്ന നിയന്ത്രണങ്ങളെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചുമാണ്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, അള്ളാഹു ഏർപ്പെടുത്തിയ പരിധികളാണിത്. ഫലാ തഖറബൂഹ, നിങ്ങൾ അതിന്റെ പരിസരത്ത് പോലും പോകരുത്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ, അള്ളാഹുവിന്റെ പരിധിയാണത്, നിങ്ങൾ ആ പരിധിയെ അതിർലംഘിക്കാൻ പാടില്ല. അപ്പൊ മനുഷ്യ ജീവിതത്തിന് നിയമങ്ങളും നിർദ്ദേശങ്ങളും തന്നപ്പോഴുള്ള അള്ളാഹുവിന്റെ ഏറ്റവും സുപ്രധാനമായ രണ്ട് നിർദ്ദേശങ്ങളിൽ ഒന്ന്, നിങ്ങൾ പരിധിയോട് അടുത്തു പോകരുത്, നിങ്ങൾ അതിര് ലംഘിക്കാനും പാടില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ അത് ലംഘിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ അടുത്ത് സമീപത്തൊരാൾ എത്തിക്കഴിഞ്ഞാൽ അത് ലംഘിച്ച് അതിനെയും മറികടന്ന്
സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യന്റെ മുന്നിൽ സാധ്യതകൾ തുറക്കപ്പെടും എന്നതുകൊണ്ടാണ് അല്ലാഹു തആല പരിധി നിശ്ചയിച്ചിട്ട് വളരെ അത്യപൂർവമായ 2 വർത്തമാനങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അതിർവരമ്പുകളോട് അടുക്കാതിരിക്കുക എന്നുള്ളതാണ് ജാഗ്രതയുടെ ഭാഗമായി ഒരു വിശ്വാസി ശ്രദ്ധിക്കാനുള്ളത്. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞത് വലാ തഖറബുസ്സിന, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനും അപ്പുറമായി ഖുർആന്റെ നിർദ്ദേശം നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പരിധിയെ ഒരാൾ അതിർലംഘിക്കുക എന്നതിനും അപ്പുറത്ത് ഖുർആനിന്റെ പ്രയോഗം അള്ളാഹുവിന്റെ പരിധികളോട് നിങ്ങൾ സമീപിച്ചു പോകരുത്, അങ്ങനെ സമീപിച്ചാൽ നിങ്ങൾ അതിനെ മറികടന്ന് മുമ്പോട്ട് പോകും. ഇനി അഥവാ നിങ്ങൾ ആ പരിധി ലംഘിച്ചാൽ മറികടന്ന് നിങ്ങൾ മുമ്പോട്ട് സ്വതന്ത്രമായ വിഹാരം നടത്തരുത് എന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ നിശ്ചയിച്ചു തന്ന പരിധികളെ മറികടന്നുകൊണ്ടുള്ള മനോഭാവങ്ങൾ ഒരുപക്ഷെ വിശ്വാസി സമൂഹത്തിന്റെ കുടുംബങ്ങളിൽ പോലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അപജയമാണ്. വലിയ ലിബറലിസത്തിന്റെ വർത്തമാനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, കുടുംബാന്തരീക്ഷങ്ങളിൽ നാം കാത്തു സൂക്ഷിക്കുന്ന പടച്ചവന്റെ പരിധികൾ ഏത് എന്ന ഒരു പരിശോധന വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മനുഷ്യൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമായ ജീവിതം മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ വരുത്തിവെച്ച ഏറ്റവും വലിയ വിന, അപകടം വരുത്തുന്ന ഇടം എന്ന് പറയുന്നത് ഒരാളുടെ ധാർമ്മിക ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. സദാചാര ബോധവുമായി ബന്ധപ്പെട്ടെടുത്ത് മനുഷ്യർ പലപ്പോഴും അള്ളാഹുവിന്റെ പരിധികൾ സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് തന്നെ ധാർമ്മിക ജീവിതത്തിൽ വലിയ പരിക്കുകൾ മനുഷ്യർക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഖുർആൻ ധാർമ്മിക സദാചാര പരിധികളെ ലംഘിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒരു വാക്ക് ഉലൈക കൽ അൻആം. അള്ളാഹുവിന്റെ നിയന്ത്രണം ബാധിക്കാത്ത മനുഷ്യർ അവർ കന്നുകാലികളെ പോലെയാണ്. ഖുർആൻ എന്നിട്ട് കന്നുകാലികളെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ബൽഹും അളല്ല്, അവർക്ക് അവരുടേതായ വേഴ്ചയുടെയും ജീവിതത്തിന്റെയും ഒരു ക്രമമുണ്ട്. പക്ഷെ മനുഷ്യർ ബൽഹും അളൽ, അവർ അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്ന് ഖുർആൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്. നാൽക്കാലികളെ പോലെയാണ് എന്നല്ല, അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങളിൽ മേയുന്ന മനുഷ്യർ എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. പലപ്പോഴും സർവതന്ത്ര സ്വതന്ത്രനായി ആചരിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുക. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ദൈവത്തെ നിഷേധിച്ച് നടക്കുന്ന നാസ്തികരായ ആളുകളെ നിങ്ങളൊന്ന് പരിചയപ്പെടണം. അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പ്രത്യേക ആദർശമോ അല്ലെങ്കിൽ നാസ്തികതയെ കുറിച്ച് കൃത്യമായ ബോധമോ ഉള്ള ആളുകളായിരിക്കില്ല. നാസ്തികത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അന്തക്കേട് എന്നാണ്, വിവരമില്ലായ്മ എന്നാണ്. അത്തരം ആളുകളോട് സംസാരിച്ചാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെക്കുറിച്ച് പോലും അവർക്കൊരു പക്ഷെ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം ആളുകൾ എങ്ങനെയെങ്കിലും സ്വതന്ത്രമായി വിഹരിക്കുക, എല്ലാ സദാചാര ധാർമ്മിക മേഖലകളെയും ലംഘിക്കുക എന്നതായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ മുഖമുദ്രയാക്കി മാറ്റുക. പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിലുള്ള ഭൗതികമായ പ്രസ്ഥാനങ്ങളിൽ ചേക്കേറിയ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ആ പ്രസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഞങ്ങൾക്ക് മതമൂല്യങ്ങൾ സ്വതന്ത്രമായ ജീവിതത്തിന് തടസ്സമാണ് എന്നതായിരിക്കും അവർ പലപ്പോഴും മറുപടി പറയുക. വിശുദ്ധ ദീനുൽ ഇസ്ലാം ധാർമ്മികമായ ഒരു പരിധികളെയും ലംഘിക്കുന്ന ഒന്നും ഒരു മൂല്യച്യുതിയും വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. എൻ്റെ കൈ അത് ഉയർത്താൻ എനിക്ക് അവകാശമുണ്ട്, പക്ഷെ എൻ്റെ സുഹൃത്തിന്റെ മൂക്കിൽ അത് പതിക്കാതിരിക്കാനുള്ള ജാഗ്രത, ആ ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ പറയുന്നത്. കൈ നിങ്ങൾക്ക് ഉയർത്താനുള്ള അവകാശമുണ്ട്, പക്ഷെ അത് അന്യന്റെ മൂക്കിൽ പതിഞ്ഞാൽ അത് അന്യന്റെ അവകാശത്തിനെതിരെയുള്ള കയ്യേറ്റമായിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. കൈ ഉയർത്താനുള്ള അവകാശമുണ്ട്, പക്ഷെ അത് അതിർ ലംഘിക്കാൻ, അത് മറ്റൊരാളുടെ അവകാശത്തിൽ കയ്യേറുന്നതായി മാറിയാൽ അത് ദീനുൽ ഇസ്ലാം ഒരിക്കലും അതിനെ വിശ്വാസികൾക്ക് അനുവദിച്ച് തന്നിട്ടില്ല. ഈ പരിധി ലംഘിക്കുന്ന സാഹചര്യത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പരിധികളെ ഒരാൾ ലംഘിച്ചാൽ ആ പരിധിക്ക് പറയുന്ന പേര് അവൻ ഇച്ഛകളെ ദൈവമാക്കുകയും അള്ളാഹുവിനെ കൈയൊഴുകയും ചെയ്ത് മറ്റൊരു ഇസ്സത്തെ അവൻ സ്വീകരിച്ചു എന്നതാണ്. മനുഷ്യന്റെ
ധാർമ്മികമായ ജീവിതത്തെ, അവരുടെ സംസ്കാരത്തെ അപ്പാടെ ബാധിക്കുക എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ധാർമ്മികമായി ഒരാൾ അധപ്പതിച്ച് അവന്റെ കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്ന, കുടുംബജീവിതത്തിന്റെ താളാത്മകത നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ യൂട്യൂബ് എടുത്ത് പരിശോധിച്ചാൽ കുറെ അധികം ആരിഫ് ഹുസൈൻമാരെയും ലിയാഖത്തുമാരെയും നമുക്ക് കാണാൻ കഴിയും. അവരവരുടെ ജീവിതത്തിലെ ധാർമ്മികമായ അധപ്പതനത്തിന്റെ അനന്തരഫലമായി കുടുംബജീവിതത്തിൽ വലിയ വിള്ളലുകളും പരിക്കുകളും ഏറ്റ ആളുകളാണ് എന്ന് അവരുടെ വ്യക്തി ജീവിതം എടുത്ത് പരിശോധിച്ചാൽ, ഉദാഹരണമായി അവരുടെ വ്യക്തി ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കുടുംബജീവിതത്തിന്റെ താളാത്മകത നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തെ നിഷേധിച്ച് അള്ളാഹുവിന്റെ പരിധികളെ വെല്ലുവിളിച്ചുകൊണ്ട് വ്ലോഗ് ചെയ്യുന്ന എത്രയോ നിരീശ്വരവാദികളെ, നാസ്തികരായിട്ടുള്ള ആളുകളെ സമൂഹത്തിൽ നമുക്ക് അവരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിലും അവരുടെ സാംസ്കാരികമായ ജീവിതത്തിൽ, അവരുടെ ധാർമ്മികമായ ജീവിതത്തിലേക്ക് ഈ ലിബറലിസത്തിന്റെ അധിനിവേശം കടന്നു വരുന്നു എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ കുടുംബം എന്ന് പറയുന്നത് അതിമനോഹരമായ, പടച്ച തമ്പുരാൻ വിശ്വാസികളുടെ മുമ്പിൽ സംവിധാനിച്ച ഏറ്റവും സുന്ദരമായിട്ടുള്ള, സർഗാത്മകമായിട്ടുള്ള ഒരു ജീവിത ഘടനയാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം തകർന്നുപോയി എന്ന് പറഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച സംവിധാനത്തിന്റെ ആ സംവിധാനം തകർന്നുപോയി എന്ന് പറഞ്ഞാൽ, കുടുംബം എന്ന ഘടന മാത്രമല്ല അവിടെ തകർന്നു പോകുന്നത്, മനുഷ്യരുടെ ജീവിതത്തിന്റെ വ്യവസ്ഥ തന്നെ തെറ്റിപ്പോകുന്നു എന്നതാണ് കുടുംബ സംവിധാനം തകർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടുന്നത്. കമ്മ്യൂണിസം നമുക്കറിയാം, അവരുടെ ഒരു കുടുംബ സങ്കല്പം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ദാമ്പത്യത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള താത്വികമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, അവർ പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പേരിൽ ചരിത്രത്തിന്റെ ഏതോ ഘട്ടത്തിൽ മനുഷ്യരുണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് കുടുംബം എന്നാണ് കമ്മ്യൂണിസം പറയുന്നത്. പുരുഷാധിപത്യത്തിന്റെ പേരിൽ ചരിത്രത്തിന്റെ ഏതോ ഘട്ടത്തിൽ, ഏതോ സന്ധിയിൽ അവർ സ്ഥാപിച്ചെടുത്ത ഒരു കൃത്രിമ സംവിധാനമാണ് കുടുംബം എന്നാണ് കമ്മ്യൂണിസം അവരൊരു കാലത്ത് പറഞ്ഞു നടന്നിരുന്നത്. കമ്മ്യൂണിസത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന സങ്കല്പം ഇതാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒരു ജീവിതത്തിന്റെ താൽക്കാലികമായ 60 or 70 വയസ്സത്തെ ഒരു താൽക്കാലിക കുടുംബ സംവിധാനത്തിന്റെ പേരല്ല അത്, ഒരു പെർമനന്റ് ആയിട്ടുള്ള, യഥാർത്ഥത്തിൽ അത് സ്വർഗലോകത്തോളം നീണ്ടുകിടക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് കുടുംബം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഒരു കാലത്തിൽ അവർ കുടുംബ സംവിധാനത്തെ എതിർത്തവരാണ്. അവർ അന്ന് അവരുടെ ഏറ്റവും കൂടുതൽ മേൽക്കോയ്മയുള്ള രാജ്യങ്ങളിൽ, അവരുടേതായ വേരുറപ്പിക്കാൻ കഴിഞ്ഞ പ്രദേശങ്ങളിൽ അവർ നടപ്പിലാക്കിയ ഒരു സംവിധാനമുണ്ട്. അവർ ആ സംവിധാനത്തിന് കമ്മ്യൂണുകൾ എന്ന പേരിലാണ് അവർ നടപ്പിലാക്കപ്പെട്ടത്. കമ്മ്യൂണുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരും ഒരു ഹോസ്റ്റലിൽ താമസിക്കുക, ഒരു ഹോസ്റ്റലിൽ താമസിക്കുക മാത്രമല്ല, ഒരു ഹോസ്റ്റലിൽ താമസിച്ച് ഒരു മെസ്സിൽ ഭക്ഷണം കഴിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങി അങ്ങനെ വേഴ്ച നടത്തി അതിലൂടെ സന്താനോൽപാദനം നടത്തി അങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിക്കുക, ആർക്കും ആരെയും വേൾക്കാമെന്ന ഒരവസ്ഥയിലുള്ള ഒരു സംവിധാനമാണ് കമ്മ്യൂണുകൾ. കമ്മ്യൂണുകൾ എന്ന പേരിൽ മനുഷ്യത്വ വിരുദ്ധമായ, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനത്തിന് ഒരു തുടക്കം കുറിച്ചത്. അങ്ങനെ അവർക്കിടയിൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ ഹോസ്റ്റലിൽ അവർ വേഴ്ച നടത്തി അങ്ങനെ അവർ പ്രസവിക്കുന്ന സാഹചര്യം വന്നാൽ ആ കുഞ്ഞുങ്ങൾ ഈ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളല്ല, അല്ലെങ്കിൽ ആ 2 ഇണതുണകളുടെ കുഞ്ഞുങ്ങളല്ല, മറിച്ച് അത് ഗവൺമെന്റിന്റെ കുഞ്ഞുങ്ങളാണ്. അത് ഭരണസാരഥ്യം വരുന്ന ആ സംവിധാനത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. ഗവൺമെന്റിന്റെ മക്കൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുക. അങ്ങനെ മനോഹരമായ സർഗാത്മകമായ ഒരു കുടുംബ സംവിധാനത്തെ തകർത്തുകൊണ്ട് കമ്മ്യൂണുകൾ എന്ന പേരിൽ കമ്മ്യൂണിസത്തിന് ആധിപത്യമുള്ള രാജ്യങ്ങളിൽ അവർ ചില സംവിധാനങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്ന് കാണാൻ കഴിയും. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ധാർമ്മികമായി ഇത്രയധികം വഷളത്വമുള്ള ഒരു സംവിധാനം, സാംസ്കാരികമായി മൂല്യച്യുതി നേരിട്ട ഒരു സംവിധാനമായി അവർക്കത് ബോധ്യപ്പെടുകയും അത് പൊട്ടിപ്പാളീസായതിനു ശേഷം വീണ്ടും കുടുംബ സംവിധാനത്തെ കുറിച്ച് അവർ ആലോചിച്ചു എന്നതാണ് കമ്മ്യൂണിസത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, കുടുംബ സംവിധാനത്തെ ചവിട്ടി മതിക്കുന്ന ആ സംവിധാനത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഇതേ കുടുംബ സംവിധാനത്തെ പുൽകിയ പിൽക്കാല ചരിത്രമാണ് കമ്മ്യൂണിസത്തിന് പോലും ഉള്ളത് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ വാദം എന്താണ്? കുട്ടികൾ ഒരുമിച്ചിരിക്കുക,
ആൺ പെൺകുട്ടികൾക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ, യാതൊരു വൈജാത്യവുമില്ലാതെ അവരുടെ ലിംഗം ഏത് എന്ന് പോലും, അവരുടെ സെക്സ് ഏത് എന്ന് പോലും സമൂഹ മധ്യത്തിൽ ആരും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന അർത്ഥത്തിലേക്ക് അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യത്തിന്റെ വിട്ടുകൊടുക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും പരിധികൾക്കും പരിമിതികൾക്കുമുള്ളിൽ അവർ പ്രഖ്യാപിക്കേണ്ടതാണ്. മറ്റാരും അത് പറയേണ്ടതല്ല. അങ്ങനെ ഒരു സെക്സ് ഇല്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇതേ കുടുംബ സംവിധാനത്തെ വലിച്ചെറിഞ്ഞ് വീണ്ടും കുടുംബ സംവിധാനത്തിലേക്ക് മടങ്ങിയെത്തിയ കമ്മ്യൂണിസ്റ്റുകൾ അവർ ലിബറലിസത്തിന്റെ പേരിൽ, സ്വതന്ത്രവാദത്തിന്റെ പേരിൽ, ഉദാരവാദത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹം പൊതുവെ അവർ ആചരിച്ചു വരുന്ന കുടുംബ സംവിധാനത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇന്ന് മുതലാളിത്ത മാർക്കറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. ലിബറൽ മനോഭാവങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മനുഷ്യ സമൂഹത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു എന്നതിന്റെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുടുംബം എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ ഒരു സംവിധാനത്തിന്റെ പേരാണ്. അയാൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എത്രത്തോളം അപകടകരമായ പ്രസ്താവനയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കുടുംബ സങ്കല്പവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് പരിശോധിച്ചാൽ അയാളുടെ ഒരു പ്രസ്താവനയുണ്ട്. ഒരു മാതാവ് തന്റെ കുഞ്ഞിന്, ആ കുഞ്ഞ് വിശന്നു കരയുമ്പോ അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നത് പോലും ഒരുതരം ലൈംഗിക മനോഭാവത്തിന്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തിയ ആളാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പന വഫിസാലുഹു ഫി ആമൈൻ, മാതാവ് തന്റെ കുഞ്ഞിന് 2 വർഷക്കാലം മുല കൊടുക്കണം എന്നത് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനോടുള്ള മാതാവിന്റെ അവകാശത്തിൽപ്പെട്ടതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സ്ഥാപിക്കുക മാത്രമല്ല, മാതാവിന്റെ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള മനോഭാവങ്ങൾ അടക്കം ആ കുഞ്ഞിനെ സ്വാധീനിക്കുമെന്നും ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ആരോഗ്യപരമായ സ്വാധീനങ്ങൾക്കും അപ്പുറത്ത് മാനസികമായ ആത്മീയമായ വളർച്ചയിൽ ഈ മാതാവിന്റെ പെരുമാറ്റവും അവരുടെ മതനിഷ്ഠമായ ജീവിതവും സ്വാധീനിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ അതൊരു നിയമം പോലെ വിശ്വാസ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് കാണാൻ കഴിയും. എത്ര ഭീകരമായ കുടുംബ സംവിധാനത്തെ തകർക്കുന്നതിന്റെ ഭാഗമായി എത്ര തീവ്രമായ വർത്തമാനങ്ങൾ പുലർത്തിയവരാണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ എന്ന് നമ്മൾ ഇതിങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ, കുടുംബ സംവിധാനത്തെ കുറിച്ച് അവർ പുലർത്തിയിരുന്ന പ്രസ്താവനകളെ പഠന വിധേയമാക്കിയാൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള വർത്തമാനങ്ങൾ ഒരുപക്ഷെ അവർ പറയും. അതിന്റെ വർത്തമാനകാലത്തെ ദുരിതമാണ് ഇന്നത്തെ ലിബറലിസവും ഉദാരതാവാദവും സ്വതന്ത്ര ചിന്തകരും റേഷനലിസ്റ്റുകളും നാസ്തികരും യുക്തിവാദങ്ങളുമായിട്ടുള്ള ആളുകൾ ഇന്ന് സമൂഹത്തിൽ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലൂടെയാണ് ഇസ്ലാമിലെ കുടുംബ സംവിധാനം തന്നെ തുടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നത്, ലിബറലിസ്റ്റുകൾ പറയുന്നത് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു സെക്ഷൽ എന്റർടൈൻമെന്റ് ആണ്. അതൊരു ലൈംഗികമായ ആസ്വാദനമാണ്. അതുകൊണ്ട് അത് ആരുമായിട്ടും ആവാം, എങ്ങനെയുമാകാം, എവിടെയുമാകാം എന്ന് യഥാർത്ഥത്തിൽ ലിബറലിസ്റ്റുകൾ അവർ പ്രചരിപ്പിക്കുന്ന ഒരു ആശയമാണ്. അത് ഒരു സെക്ഷൽ എന്റർടൈൻമെന്റ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വൈകാരികമായ അനുഭൂതിയും വിവാഹത്തിലില്ല എന്നാണ്. എന്നാൽ ദീനുൽ ഇസ്ലാമിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദീനുൽ ഇസ്ലാം പറയുന്നത് അത് സെക്സൽ എന്റർടൈൻമെന്റ് ആണ് എന്നതിനോടൊപ്പം തന്നെ അത് തീർച്ചയായിട്ടും അത് വിശ്വാസ സമൂഹത്തെ അവരുടെ ജീവിതത്തിന്റെ സർഗാത്മകമായ ജീവിതത്തിന് അത് മുതൽക്കൂട്ട് കൂടിയാണ്, ഒരു സ്പിരിച്വൽ എന്റർടൈൻമെന്റ് കൂടിയാണ് എന്ന് ദീനുൽ ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. സെക്ഷൽ മാത്രമല്ല, അത് സ്പിരിച്വൽ കൂടിയാകുമ്പോൾ ഒരു ആത്മീയമായ ആസ്വാദനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി വിവാഹം കഴിക്കുമ്പോൾ, അവൻ നിക്കാഹ് നടത്തുമ്പോൾ അവൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ സന്ദർഭങ്ങളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, അത്ഭുതകരമായ ചില വർത്തമാനങ്ങൾ. സെക്സ്വൽ എന്റർടൈൻമെന്റിനോടൊപ്പം അതൊരു സ്പിരിച്വൽ കൂടിയായി മാറുന്നത് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് അത് സദഖയാണ്. എന്നിട്ട് റസൂൽ ഒരു വർത്തമാനം പറഞ്ഞു, വഫീ ബുളുഇ അഹദിക്കും സദഖ, നിങ്ങളുടെ വികാര പൂർത്തീകരണത്തിനും ഒരു സദഖയുണ്ട്. അത്ഭുതത്തോടു കൂടി സഹാബകൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, വൈകാരിക പൂർത്തീകരണം ഒരാൾ നടത്തിയാൽ അതും ഒരു സദഖയായി മാറുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിന് മറുപടി നൽകിയത്, സ്വതന്ത്രവാദികൾ, ലിബറലിസ്റ്റുകൾ അവർ അവരുടെ ഇണകളെ തേടി നടക്കുന്നത് മൃഗങ്ങളിൽ പോലുമാണ്.
ശവത്തെ പോലും ഭോഗിച്ചാൽ അത് ഞങ്ങളുടെ ഇഷ്ടവും ഞങ്ങളുടെ ഇച്ഛയുമാണ് എന്ന് വാദിക്കുന്നവരുടെ മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വർത്തമാനം നമ്മളത് കേൾക്കേണ്ടതാണ്. റസൂൽ പറഞ്ഞു, അനർഹമായ ഇടത്താണ് അയാളുടെ ലൈംഗിക ചേഷ്ട പൂർത്തീകരിക്കുന്നത് എങ്കിൽ അതൊരു ഇസ്മായി മാറില്ലയോ എങ്കിൽ ഇതൊരു സദഖയായി മാറും എന്ന അനന്തമായ സാധ്യത. ദീനുൽ ഇസ്ലാം സദഖയുടെ അനന്തമായ സാധ്യതയെ വിശുദ്ധ ഖുർആൻ ദർശിക്കുന്നത് അതൊരു സെക്സ്വൽ എന്റർടൈൻമെന്റ് മാത്രമല്ല, സ്പിരിച്വൽ കൂടിയാണ് എന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നിടത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം കുടുംബ സംവിധാനത്തെ കാണുന്നത് എത്ര മനോഹരമായിട്ടാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ കുടുംബ സംവിധാനം ഭൗതിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് പാരത്രിക ലോകത്തെ കൂടി നീണ്ടു നിൽക്കുന്നതാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വാചകങ്ങളിലല്ല, ഒന്നിലധികം ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ ഈ കുടുംബ സംവിധാനത്തിന്റെ സൗന്ദര്യത്തെ പരലോകത്തേക്ക് കൂടി നീട്ടിവെച്ചുകൊണ്ടാണ് ഖുർആൻ ഇത് പറയുന്നത്. ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സ്വർഗത്തിൽ പ്രവേശിക്കണം, നിങ്ങൾക്ക് അവിടെ സ്വാഗതം അരുളാൻ മലായിക്കത്തുകളുണ്ട്, നിങ്ങളും നിങ്ങളുടെ ഇണകളും കൂടി ഒരുമിച്ച് സ്വർഗപ്രവേശം പുൽകണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗത്തോളം നീളുന്ന ഒരു ബന്ധത്തിന്റെ പേരാണ് ഇസ്ലാമിന്റെ കുടുംബ സംവിധാനം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, അള്ളാഹുവിന്റെ അനുഭൂതികരമായ സ്ഥിരതാമസത്തിന്റെ തോപ്പുകളിൽ അവർ ഉല്ലസിക്കും. അന്തും നിങ്ങളും വആബാഉക്കും നിങ്ങളുടെ പിതാക്കളും മിൻ ആബാഇഹിം അവരുടെ പിതാക്കളിൽ നിന്നും വഅസ്വാജിഹിം അവരുടെ ഇണകളും വദുർരിയ്യാതിഹിം അവരുടെ സന്താനങ്ങളും. മാതാപിതാക്കളും ഇണതുണകളും സന്താനങ്ങളുമുള്ള ഒരു കുടുംബ സംവിധാനം, അവർ സ്വർഗത്തിൽ അതിന്റെ ഉല്ലാസങ്ങളിൽ അവർ പരിലസിക്കുകയായിരിക്കും എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഈ കുടുംബജീവിതം തകർന്നു കഴിഞ്ഞാൽ, ഈ കുടുംബ ഘടന തകർന്നു കഴിഞ്ഞാൽ അത് ലിബറലിസത്തിന്റെ പേരിലോ നമ്മുടെ സ്വതന്ത്രമായ ജീവിതത്തോടുള്ള വാഞ്ചയുടെ പേരിലോ നമ്മുടെ ജീവിതം തകർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മനുഷ്യ ജീവിതത്തിന്റെ തന്നെ ഘടന തെറ്റിപ്പോകും എന്നിടത്താണ് വിശുദ്ധ ഖുർആൻ കുടുംബ സംവിധാനത്തെ കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുടുംബ ജീവിതം തകർന്നു കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇണതുണകൾ, മക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ തകർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആധുനിക ലോകത്തെ കമ്പോളത്തിന് നിലനിൽക്കാൻ കഴിയുന്നത് ഈ കുടുംബജീവിതം തകർന്നു കഴിയുമ്പോഴാണ് എന്ന ഒരു സംഗതി കൂടി അവിടെ ഉണ്ട്. സാമ്പത്തികമായ താല്പര്യങ്ങൾ മനുഷ്യരുടെ കുടുംബജീവിതങ്ങളിലേക്ക് ലിബറലിസം ഉൽപ്പാദിപ്പിക്കുക വഴി ഞങ്ങൾക്ക് കമ്പോളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും, മുതലാളിത്തത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും, സാമ്പത്തികമായ നേട്ടങ്ങൾ കൂടി അവർക്കതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുതലാളിത്തത്തിന്റെ മാർക്കറ്റ് അത് വികസിപ്പിക്കണമെങ്കിൽ, അതിന്റെ വയറ് വീർക്കണമെങ്കിൽ കുടുംബ സംവിധാനത്തെ മുച്ചൂടും തകർത്ത് കളയണം എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഇത്തരം ആളുകൾക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണല്ലോ സെക്സ് ടൂറിസം ലോകത്തിന്റെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വരുമാനം ഏത് എന്ന് പരിശോധിച്ചാൽ അത് സെക്സ് ടൂറിസമാണ്. എന്തുകൊണ്ട് അത് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കുടുംബഘടനയെ തകർത്താൽ മാത്രമേ അത്തരം വരുമാന മാർഗങ്ങൾ ഈ കമ്പോള ലോകത്ത് അത് നിലനിൽക്കൂ എന്നതുകൊണ്ടാണ് ലിബറലിസം അത് കൃത്യമായ കാലയളവിൽ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് നോക്കൂ, സ്ഥിരമായി ബ്ലോഗ് ചെയ്യുന്ന രണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ ബ്ലോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് അവസാനം ഞങ്ങൾ ലെസ്ബിയൻ കപ്പലാണ് എന്ന പേരിൽ സമൂഹത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെ എടുത്തു വെച്ച് അവർ വിമർശിക്കുകയും വീഡിയോ ക്ലിപ്പ് ഇറക്കുകയും ബ്ലോഗ് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് മുസ്ലിം സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. സ്വതന്ത്രമായ ജീവിതത്തിന് അവർ തെരഞ്ഞെടുത്ത വഴിയിൽ ധാർമ്മികമായ ജീവിതം തകർന്നു എന്ന് മാത്രമല്ല, രണ്ട് കുടുംബ സംവിധാനങ്ങളുടെ ഘടനയെ തകർത്തു എന്ന് മാത്രമല്ല, അവർ അവസാനം എത്തിപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പരിധികളെ ലംഘിക്കുക വഴി എല്ലാത്തരം മൂല്യങ്ങളും നഷ്ടപ്പെട്ട ഒരു സമൂഹമായി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായി മുസ്ലിം സമൂഹത്തിന്റെ നേരെ ആ നൂറ ഫാത്തിമ അവർ രണ്ടുപേരും മുസ്ലിം ഉമ്മത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബ സംവിധാനങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ സ്വതന്ത്രവാദം കടന്നു കയറുന്നത്? വിവാഹത്തിന് ശേഷം വിവാഹം നടക്കുന്നു എന്നത് ശരിയാണ്. പക്ഷെ വിവാഹത്തിന് ശേഷം വിവാഹമോചനങ്ങൾ
വളരെ ലളിതമായ ഒരു സംഗതിയായി, എത്രയും വേഗത്തിൽ സാധിച്ചെടുക്കാൻ കഴിയുന്നവയായി വിവാഹമോചനങ്ങൾ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വിവാഹം കഴിക്കുന്നതോടൊപ്പം അതേ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അളവിൽ വിവാഹമോചനങ്ങളും മുസ്ലിം ഉമ്മത്തിൽ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയന്ത്രണമുണ്ട്, ഞങ്ങൾക്ക് നിർണയങ്ങളുണ്ട്. നിർണയങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ട് ഈ വർത്തമാനകാലത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, മതമൂല്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പ്രയാസമുണ്ട് എന്നതാണ് പുതിയ വിവാഹമോചനങ്ങളുടെ സമവാക്യങ്ങൾ പോലും. മുസ്ലിം ഉമ്മത്തിൽ വളരെ കുറഞ്ഞ രീതിയിലാണെങ്കിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. വിവാഹബന്ധം തുടങ്ങിയതിനു ശേഷം ഭർത്തൃ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വയലൻസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വളരെ പരസ്യമായി ഈ വിവാഹ ജീവിതത്തെക്കാൾ നല്ലത്, നിങ്ങൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടാവും, ഒരു മുസ്ലിം സ്ത്രീ സ്ഥിരമായി ബ്ലോഗ് ചെയ്യുന്ന ഒരു സ്ത്രീ, ഇവരെല്ലാം അവസാനം എത്തിപ്പെടുന്ന ഒരു തുരുത്ത് എന്ന് പറയുന്നത് ആളുകളെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്ലോഗിലാണ്. ഒരു മൗലവി വിവാഹം കഴിച്ചു, കുടുംബത്തിൽ നിന്ന് ഈ പെണ്ണ് മാരകമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവസാനം എനിക്ക് ഈ മതത്തിന്റെ അപ്പുറത്തുള്ള മറ്റൊരു മതത്തിലെ വേറൊരാൾ വിവാഹം കഴിച്ച് ആ മത വിശ്വാസിയായി ജീവിക്കുന്നതിൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥതയുമില്ല എന്ന് പ്രഖ്യാപിച്ചു പോയ ഒരു സ്ത്രീ മലപ്പുറത്തെ ഒരു പെണ്ണാണ്. വിവാഹം നടക്കുന്നു എന്നതിനപ്പുറത്ത് വിവാഹമോചനങ്ങൾ വളരെ ലളിതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, ലിബറലിസത്തിന്റെ സ്വാധീനം നമ്മുടെ കുടുംബങ്ങളിൽ അത്രയധികം അതിങ്ങനെ ഇഴഞ്ഞു വന്നിരുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിലേക്ക് അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കളയുന്നതല്ല ഇസ്ലാമിലെ വിവാഹം, കുടുംബസങ്കല്പം എന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ട്. മനുഷ്യ ജീവിതത്തെ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രകൃതിപരമായി തന്നെ അള്ളാഹു നിശ്ചയിച്ച ഈ വിവാഹങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഇണതുണകളായിട്ടാണ് ജീവിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ഒന്നിലധികം ആയത്തുകൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എത്രയോ തവണ അത് പറയുന്നുണ്ട്. വമിൻ കുല്ലി സമറാത്തി ജഅല ഫീഹാ സൗജൈൻ, എല്ലാ പഴവർഗ്ഗങ്ങളിലും നിങ്ങൾക്ക് ഇണകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഫലവർഗ്ഗങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സസ്യങ്ങളും അത് ഇണതുണകളായിട്ടാണ് ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞത് വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ഈ ബോധം, ഈ ഇണതുണ ജീവിതത്തെ കുറിച്ചുള്ള, ഈ കുടുംബഘടനയെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അല്ലാഹു തആല പറയുന്നു, എല്ലാ വസ്തുക്കളെയും വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ, എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് ഇണതുണകളായിട്ടാണ്. സൂറത്ത് യാസീനിൽ അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ കുറിക്കാൻ പടച്ചവൻ അവനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹു തആല പറയുന്ന ഒരു ആയത്തുണ്ട്. നമ്മളൊക്കെ യാന്ത്രികമായി പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീൻ, നമ്മളൊക്കെ പലപ്പോഴും മരിച്ച വീട്ടിൽ ഓതാൻ വേണ്ടി മാത്രം യാന്ത്രികമായി ഓതിത്തീർക്കുന്ന സൂറത്ത് യാസീനിലെ അത്ഭുതകരമായ ഒരു വാക്യം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എന്താണ് ആയത്തിന്റെ അർത്ഥം? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന എല്ലാ സസ്യങ്ങളിൽ നിന്നും ഇണതുണകളെ സൃഷ്ടിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ. വമിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും ഇണകളാക്കി തന്നില്ലയോ? വമിമ്മാ ലാ യഅലമൂൻ, മനുഷ്യരറിയാത്ത എത്രയോ വസ്തുക്കൾക്ക് ഇണതുണകളുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ? ഈ ഇണതുണകളെ ഇണയും തുണയുമായി സൃഷ്ടിച്ച അള്ളാഹു എത്ര പരിശുദ്ധവാനാണ് എന്നാണ് സൂറത്ത് യാസീനിലെ ഈ ആയത്ത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാൻ പടച്ചവൻ കുടുംബ സംവിധാനത്തെ എത്രയോ തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഖുർആൻ പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വാസ്ഥ്യമുണ്ടാവാൻ, സമാധാനമുണ്ടാവാൻ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിന്റെ ആയത്തിൽപ്പെട്ടതാണ്, അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിലെ കുടുംബ സംവിധാനം അത് എത്ര മഹോന്നതമായതാണ്,
എത്ര സ്വാതന്ത്ര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്, മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമാണ്. ധാർമ്മികതയുടെ സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ആവശ്യകത എത്രമേൽ ഊന്നിപ്പറയുന്നതാണ്. ഇസ്ലാമിലെ കുടുംബ സംവിധാനം ഏതെല്ലാം സ്വതന്ത്രവാദങ്ങളുണ്ടോ, അള്ളാഹുവിന്റെ പരിധികളെ ലംഘിച്ചുകൊണ്ടുള്ള ഏതെല്ലാം ഇസ്സങ്ങളുണ്ടോ, ആ ഇസ്സങ്ങളിലേക്ക് ഒരു ഞൊടിയിട പോലും നമ്മുടെ ആദർശവും നമ്മുടെ നിലപാടുകളും മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത വർത്തമാനകാലത്ത് ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതക്രമത്തെയും നിയന്ത്രിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുവാനും പടച്ചതമ്പുരാൻ നമ്മരെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.